തിരുനെല്ലി ക്ഷേത്രത്തിൽ നിന്നാണ്. ദീപക്, വിഷു ഉത്സവത്തിനു കൂടിയാണ് ഇന്നിപ്പോൾ അവിടെ സമാപനമാകുന്നത്. ക്ഷേത്രത്തിൽ ഒരുപാട് പരിപാടികൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിരുന്നു. ഇന്നിപ്പോൾ വിഷു ഉത്സവത്തോടുകൂടി ഇന്ന് വിഷുക്കണി കണ്ട് അതിനുശേഷമുള്ള ചടങ്ങുകളോടൊക്കെ സമാപനമാവുകയാണ്. ആളുകൾ എത്രത്തോളം വരുന്നുണ്ട്, ഭക്തർ? ശ്രുതി, തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിഷുക്കണി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള വലിയ ജനത്തിരക്കുണ്ട്. രാവിലെ മുതൽ തന്നെ നിരവധി ഭക്തർ രാവിലെ കണി കാണാനും ഒപ്പം ക്ഷേത്രത്തിലെത്തി ദർശനം നടത്താനുമായി എത്തിച്ചേരുന്നുണ്ട്. സാധാരണഗതിയിൽ ഈ വാവുബലിക്കാണ് ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രം. അതോടൊപ്പം വിഷു മഹോത്സവവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമായി തന്നെയാണ് തിരുനെല്ലിയിൽ എല്ലാ വർഷവും കൊണ്ടാടാറ്. രാവിലെ തന്നെ നിരവധി ആളുകൾ 5 മണിയോടുകൂടി ഈ ക്ഷേത്രം നട തുറന്നു. അതിനുശേഷം ഈ വിഷുക്കണി ദർശനത്തിനായി എത്തിയിരുന്നു. സംസ്ഥാനത്തിനകത്തു നിന്ന് മാത്രമല്ല, കർണാടകയുടെ കുടക് ഭാഗങ്ങളിൽ നിന്ന് വരെ നിരവധി ഭക്തർ ഈ ക്ഷേത്രത്തിലേക്ക് വിഷുക്കണി നാളിൽ ദർശനം നടത്താറായി എത്താറുണ്ട്. ഇന്ന് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളുണ്ട്. നിരവധി ഭക്തർ ഉച്ചയോടുകൂടിയും ഇനി ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. രാവിലെ അല്പം മുൻപാണ് BJP സംസ്ഥാന അധ്യക്ഷനും വയനാട് NDA സ്ഥാനാർത്ഥിയുമായ K. സുരേന്ദ്രൻ ഇവിടെ ഈ തിരുനെല്ലി ക്ഷേത്രത്തിലെത്തി വിഷുക്കണി ദർശനം നടത്തി മടങ്ങിയത്. ഇപ്പോൾ നമ്മളോടൊപ്പം ക്ഷേത്രത്തിന്റെ ദേവസ്വത്തിന്റെ ഒരു ഭാരവാഹിയുണ്ട്. എന്തൊക്കെ പൂജകളാണ് വിഷുവിനോട് പ്രമാണിച്ച് സാധാരണ എല്ലാ വർഷവും? രാവിലെ 5 മണിക്ക് വിഷുക്കണിയോടുകൂടിയാണ് നട തുറക്കുക. 5 മണിക്ക് പിന്നെ വിഷുക്കണി നട തുറന്നു. പിന്നെ നല്ല ഭക്തജന തിരക്കുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വൻ വർധനമാണ് ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. വിശേഷാൽ പൂജകൾ എന്തെങ്കിലും ഉണ്ടോ സാധാരണ വിഷുവിന്? വിഷുവോടനുബന്ധിച്ച് വിശേഷാൽ പൂജകൾ എല്ലാം തന്നെ നടന്നു. ദേവസ്വം ഭാരവാഹി പറഞ്ഞതുപോലെ വിഷു പ്രമാണിച്ച് തിരുനെല്ലി ക്ഷേത്രത്തിൽ നിന്നുള്ള വിശേഷങ്ങളാണ് ദീപക് മോഹൻ പങ്കുവച്ചത്. എല്ലാ ക്ഷേത്രങ്ങളും ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഇന്നിപ്പോൾ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്.